വൈദ്യുതി പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് കാസർഗോഡ് ജില്ല. പകലും രാത്രിയിലുമായി നിരവധി തവണയാണ് ജില്ലയിലുടനീളം കറന്റ് പോകുന്നത്. കനത്ത ചൂടിനിടെ തുടർച്ചയായ പവർ കട്ട് കൂടി ഉണ്ടാവുന്നതോടെ ജനങ്ങൾ ആകെ പ്രതിസന്ധിയിലായി. ഉടുപ്പി കരിന്തളം വയനാട് പവർ ഹൈവേയുടെ പണി പൂർത്തിയായാൽ ജില്ലയിലെ വൈദ്യുതി ക്ഷാമത്തിന് പരിഹാരമാകുമെന്ന് വൈദ്യുതി വകുപ്പ് പറയുന്നു. കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളിലും രാത്രിയും പകലുമായി ഇടതടവില്ലാതെ കറണ്ട് പോകുന്നു എന്നാണ് ജനങ്ങളുടെ പരാതി. പെരുന്നാൾ ദിവസം രാത്രി മാത്രം 15 മിനിറ്റ് ഇടവിട്ട് 10ഓളം തവണയാണ് ജില്ലയിൽ കറണ്ട് പോയത്. അസഹനീയമായ ചൂടാണ് ജില്ലയുടെ ഉടനീളം. ഈ സമയത്താണ് ഈ വൈദ്യുതി മുടക്കവും. കനത്ത ചൂടാണ് കാസർഗോഡ്. ഇതിനിടയിലാണ് 15 മിനിറ്റും അരമണിക്കൂറും ഇടവിട്ടുള്ള പവർ കട്ട്. പകൽ സമയത്തേക്കാൾ രാത്രികാലങ്ങളിലാണ് കൂടുതൽ സമയം വൈദ്യുതി മുടങ്ങുന്നത്. കഴിഞ്ഞ പെരുന്നാൾ ദിനം രാത്രിയിൽ മാത്രം 15 മിനിറ്റ് ഇടവിട്ട് 10ലധികം തവണ വൈദ്യുതി മുടങ്ങി. കർണാടകയിൽ നിന്ന് പ്രതിദിനം 50 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്നുണ്ടെങ്കിലും ജില്ലയിലെ വൈദ്യുതക്ഷാമം തീരുന്നില്ല. മൈലാട്ടി വിദ്യാനഗർ മൾട്ടി സർക്യൂട്ട് മൾട്ടി വോൾട്ടേജ് ലൈനിൻ്റെ പണി പൂർത്തിയാകുന്നതോടെ മഞ്ചേശ്വരം കാസർഗോഡ് ഭാഗങ്ങളിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ കനത്ത ചൂടിൽ തുടർച്ചയായി വൈദ്യുതി മുടങ്ങുന്നത് വല്ലാത്ത പ്രതിസന്ധിയെന്ന് എന്നെ നെല്ലിക്കുന്ന MLA. അപ്പോൾ ഈ കരിന്തളം ലൈനിനെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ ചർച്ച നടക്കുന്നുണ്ട്. കരിന്തളം ലൈന് കാസർഗോഡും കണ്ണൂർ ജില്ലയിലും കർണാടകയിൽ നിന്നാണ് വൈദ്യുതി കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ പണി പൂർത്തിയായാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. ആ പെരുന്നാളിൻ്റെ തലേ ദിവസം വൈദ്യുതിയുടെ ഒളിച്ചുകളിയായിരുന്നു. ഇതൊരു ക്രൂരത എന്ന് തന്നെ പറയാം. ആ പ്രത്യേക വിശേഷ ദിവസങ്ങളിൽ ഇങ്ങനെ വൈദ്യുതി ഇങ്ങനെ ഒളിച്ചോട്ടം നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്ന് വെച്ചാൽ അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതിനിടയിൽ ഉടുപ്പി കരിന്തളം വയനാട് പവർ ഹൈവേയുടെ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഭൂമി നഷ്ടമാകുന്ന കർഷകരും സർക്കാരും തമ്മിൽ നടത്തിയ ചർച്ചയിൽ നഷ്ടപരിഹാര തുക സംബന്ധിച്ച് ധാരണയായി. ഒരു റബ്ബർ മരത്തിന് 9,000 രൂപ, കവുങ്ങിന് 15,000 രൂപ, കശുമാവിന് 10,500 രൂപ എന്നിങ്ങനെയാണ് നഷ്ടപരിഹാര തുക നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റു മരങ്ങൾക്ക് വനം വകുപ്പിൻ്റെ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം പരിശോധിച്ച് തുക നിശ്ചയിക്കും. 47 കിലോമീറ്റർ നീളത്തിലാണ് 1000 മെഗാവാട്ട് 400 kV ലൈനിൻ്റെ നിർമ്മാണം. പദ്ധതിയിൽ 8 കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ പണി തുടങ്ങിയിട്ടുള്ളത്. ജില്ലയിലെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ ഉടുപ്പി കരിന്തളം ലൈനിൻ്റെ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്നാണ് ജനങ്ങളുടെയും ആവശ്യം. ഇടയ്ക്കിടെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ വയറ്റത്തടിച്ചാൽ മാത്രം പോരാ. ജനങ്ങൾ അനുഭവിക്കുന്ന വൈദ്യുതി പ്രതിസന്ധിക്ക് കൂടി പരിഹാരമുണ്ടാക്കണം. വിജയ് ഷണങ്കൂറിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. ഈ കനത്ത ചൂടിൽ വൈദ്യുതി ഇല്ലാതെ എങ്ങനെ കഴിയും എന്നാണ് പൊതുജനം ചോദിക്കുന്നത്. ഉടുപ്പി കരിന്തളം വയനാട് പവർ ഹൈവേയുടെ പണി എന്ന് പൂർത്തിയാകുമെന്ന കാര്യത്തിൽ ഒരു നിശ്ചയവുമില്ല. കാണാം പ്രതികരണങ്ങൾ. സഹിക്കുന്നത് ചൂടും രാത്രി കടന്നുറങ്ങാൻ പറ്റുന്നില്ല. ചൂട്ടിൽ അങ്ങനെ ഇതാക്കി അങ്ങനെ രാവിലെ ആക്കുന്നത് വേറെ എന്തോ ഇല്ല. നമുക്കെല്ലാം പിന്നെ സാമ്പത്തികമായിട്ട് ചെറിയ വീട് ചെറിയ ഇത് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. കറണ്ട് കൂടെ പോകുന്നുണ്ട്. ഇവിടെ ചൂട് നിൽക്കാൻ പറ്റുന്നില്ല. കസ്റ്റമർ വന്നെങ്കിൽ റിട്ടേൺ പോകുന്നുണ്ട്. അവിടെ ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഇതിൻ്റെ എന്തോ നടക്കുന്നില്ല. പവർ കട്ട് ഇല്ലാതെ ഒരു ഇതാക്കണമെന്ന് നമ്മുടെ അഭിപ്രായം. എല്ലാ സ്ഥലത്തും കറണ്ട് ഇല്ലാതെ എല്ലാ ബുദ്ധിമുട്ടിലുണ്ട്. സുഖമില്ലാതെ ആസ്പത്രിക്ക് പോകുന്നപ്പോൾ എല്ലാ സുഖമില്ല ആൾക്കാർക്ക്. മട്ടാഞ്ചേരി നിവാസികൾ കാലങ്ങളായി നേരിടുന്ന പ്രശ്നമാണ് കൃത്യമായ മുന്നറിയിപ്പില്ലാതെ